വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. മെയ് 16, 2016 കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഇതിൽ കരുത്തുറ്റ ജനാധിപത്യത്തിനായി വിപുലമായ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ സ്വീപ് സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ടീം അവതരിപ്പിക്കുന്ന ഒരു വഴികാട്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ ബധിരമുഖ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതാ. പേര് വോട്ടർ പട്ടികയിലുണ്ടെന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തുക. പോളിംഗ് ബൂത്തിന് സമീപമുള്ള ബൂത്ത് തല ഉദ്യോഗസ്ഥൻ അഥവാ BLO പക്കൽ നിന്നും വോട്ടർ പട്ടിക നോക്കി പേര് കണ്ടെത്താം. BLO പക്കൽ നിന്നും വോട്ടർക്ക് ഫോട്ടോ പതിച്ച സ്ലിപ്പ് ലഭിക്കും. ഇലക്ഷൻ തിരിച്ചൽ കാർഡ് കൈവശമുണ്ടെന്ന് കരുതി വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും എന്ന് കരുതരുത്. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം എന്നിവയും ബൂത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളുടെ വിവരവും പോളിംഗ് ബൂത്തിന് പുറത്ത് രേഖപ്പെടുത്തിയിരിക്കും. ക്യൂവിൽ നിന്ന് വേണം പോളിംഗ് ബൂത്തിൽ കടക്കാൻ. സ്ത്രീകൾ, പുരുഷന്മാർ എന്നിവർക്ക് പ്രത്യേകം ക്യൂ ഉണ്ടാകും. ഭിന്നശേഷിക്കാർ, കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് മുൻഗണന നൽകാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. ബൂത്തിൽ കയറി ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം വോട്ടറുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെടും. പോളിംഗ് ഏജന്റുമാർ തർക്കം ഉന്നയിക്കുന്നില്ലെങ്കിൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ കൈവിരലിൽ മഷി പതിക്കുന്നതും വോട്ടർ രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ പതിക്കുന്നതും വോട്ടർക്ക് വോട്ടിംഗ് സ്ലിപ്പ് നൽകുന്നതുമാണ്. വോട്ടിംഗ് സ്ലിപ്പുമായി പ്രിസൈഡിംഗ് ഓഫീസറുടെ സമീപം എത്തുമ്പോൾ അദ്ദേഹം വോട്ടറുടെ വിരലിൽ മഷി പുരട്ടിയത് പരിശോധിച്ച ശേഷം സ്ലിപ്പ് കൈപ്പറ്റും. തുടർന്ന് പ്രസ്തുത ഉദ്യോഗസ്ഥൻ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ അനുവദിക്കും. വോട്ടർ ഉടനെ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ടതും ബാലറ്റ് യൂണിറ്റിൻ്റെ ഇടത് മുകൾ വശം പച്ച ലൈറ്റ് പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനും പേരിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തണം. അപ്പോൾ പച്ച ബൾബ് അണഞ്ഞ് ചുവന്ന അതേ ബൾബ് കത്തും. നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കും. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഓർമ്മിക്കുക, ഫോട്ടോ പതിച്ച ഇലക്ഷൻ തിരിച്ചൽ കാർഡ് നിർബന്ധം. നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. നമ്മുടെ ചുറ്റുമുള്ള ഭിന്നശേഷിയുള്ള സുഹൃത്തുക്കൾക്ക് അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുവാനായി കോട്ടയം ജനറൽ ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥനായ ഏലിയാസ് ടി മാത്യുവിനും കോട്ടയം പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥനായ എസ് സൈജുവിനും കോട്ടയം സ്വീപ് ടീമിന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും ഈ തിരഞ്ഞെടുപ്പ് ഒരു ഉത്സവമായി മാറ്റാം. എന്റെ വോട്ട്, എന്റെ ഭാവി. നമസ്കാരം. മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സോദരിയെ.